ഇപ്പോൾ വിജി തമ്പി സംവിധായകൻ വിജി തമ്പി കൂടി ചേരുന്നു. ഇന്നലെ പന്തളത്ത് നടന്ന സംഘപരിവാർ സംഗമത്തിൻ്റെ പ്രധാന കാര്യക്കാരനായി നിന്ന വ്യക്തി കൂടിയാണ് വിജി തമ്പി. വിജി തമ്പി, ഞങ്ങൾ ഇപ്പോൾ ശാന്താനന്ദ മഹർഷി നടത്തിയ ആ ഒരു പരാമർശത്തെക്കുറിച്ച് പറയുകയായിരുന്നു. വാവരുസ്വാമി എന്ന് പറയുന്നത് തീവ്രവാദിയാണ്, അവിടെ ഇരിക്കേണ്ടത് വാവരുസ്വാമിയല്ല വാവരു സ്വാമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം. ഏത് രീതിയിലാണ് അത് പറയാൻ കഴിയുക? ഇതിപ്പം അയ്യപ്പനും വാവരും എന്ന് പറയുന്ന ഒരു സങ്കല്പം അയ്യപ്പ വിശ്വാസികളുടെ എല്ലാ മനസ്സിൽ എത്രയോ കാലമായി കുടികൊള്ളുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാവരുസ്വാമിയെ തള്ളിപ്പറയുന്ന, അയ്യപ്പ സ്വാമിയോട് ചേർന്ന് നിന്നുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട ഒരു ഇടം വാവരുസ്വാമിക്ക് നൽകണമെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് ഈ ശാന്താനന്ദ മഹർഷി മാറിയില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങൾ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത്? മറ്റു മതങ്ങളെ ആക്ഷേപിക്കുക, വാവരുസ്വാമിയെ അവിടെ നിന്ന് പറിച്ചെറിയുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളായിരുന്നു? സ്വാമി ശരണം. ഈ വാവര് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ശബരിമല ധർമ്മശാസ്ത്രവുമായിട്ട് എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ പറ്റുമോ? വാവര് പള്ളി എന്ന് പറഞ്ഞാൽ പള്ളി എവിടെയെങ്കിലും ഉണ്ടെന്ന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു വാവര് പള്ളി ഉണ്ടോ? എരുമേലിയിലൊരു പള്ളിയുണ്ട്, അത് വാവര് പള്ളിയല്ല, അത് നയനാർ മസ്ജിദാണ്. ആ മഹൽ കമ്മിറ്റി തന്നെ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കേസ് കൊടുത്ത് വിധി വാങ്ങിച്ചിട്ടുള്ളതാണ് അത് നയനാർ മസ്ജിദാണെന്നുള്ളത്. വാവര് പള്ളി എന്നൊരു പള്ളിയില്ല, വാവരെന്ന് പറഞ്ഞൊരു വ്യക്തി ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ശബരിമലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പണ്ടെങ്ങോ ഈ ഹിന്ദുക്കൾക്കുണ്ടായ ഒരു ജാഗ്രത കുറവ് കൊണ്ട് അന്ന് എങ്ങനെയോ അവിടെ വന്ന് കയറിയതാണ് വാവർ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെളുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു പുതിയ ആള്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പമ്പയിൽ നടത്തിയ സംഗമത്തിൽ അദ്ദേഹം പറഞ്ഞു, ശബരിമല വരുന്നവരെല്ലാം എരുമേലിയിലെത്തി വാവര ദർശനം നടത്തി അവിടുന്ന് അർത്തുങ്കൽ പോയി വെളുത്തച്ഛന ദർശനം നടത്തുമെന്ന്. ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങൾ ഈ അയ്യപ്പ സ്വാമിയുമായിട്ടോ ശബരിമലയുമായിട്ടോ ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇന്നലെ സ്വാമിജി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ല, അദ്ദേഹത്തിന്റെ ഗുരു സ്വർഗീയനായ സത്യാനന്ദ സരസ്വതി സ്വാമി തിരുവടികൾ 10-25-30 വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. വാവരല്ല പൂജിക്കപ്പെടേണ്ടത്, വാവൂരിനെയാണ്. മാത്രമല്ല ശബരിമലയിൽ നടന്ന കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള വാവരെന്ന് പറയുന്നത് ശബരിമലയുമായിട്ട് ബന്ധമില്ലാത്തതാണ്, അവിടെ വാവൂരിന്റെ പ്രതിഷ്ഠയാണ് വേണ്ടതെന്ന്. 1950 തീ പിടിക്കുന്നതിന് മുമ്പ് അവിടെ വാവൂരസ്വാമിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, വാവൂരസ്വാമിയുടെ പൂജ ഉണ്ടായിരുന്നു. അതുപോലെ എരുമേലിയിൽ വാവൂരസ്വാമിക്ക് ക്ഷേത്രമുണ്ടായിരുന്നു, കൊടിയേറി ഉത്സവമുള്ള ക്ഷേത്രമുണ്ടായിരുന്നു. അത് മാറ്റിമറിക്കപ്പെട്ടതാണ്. ആ മാറ്റിമറിക്കപ്പെട്ടതിന് എവിടെയെങ്കിലും ഒരു തെളിവുണ്ടോ ഈ വാവരെന്ന് പറഞ്ഞൊരു വ്യക്തിയെ കുറിച്ച്, വാവരെന്നൊരു സങ്കല്പത്തെ കുറിച്ച് ധർമ്മശാസ്ത്രവുമായിട്ട് ഏതെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആവശ്യമില്ലാതെ ബന്ധിക്കുകയാണ്. മാത്രമല്ല ബഹുമാന്യനായ മുഖ്യമന്ത്രി പമ്പയിൽ പറഞ്ഞതെന്താ, ശബരിമല ഒരു മതേതര സ്ഥാപനമാണെന്ന്. ശബരിമല മതേതര സ്ഥാപനമല്ല, ശബരിമല ഹൈന്ദവ ക്ഷേത്രമാണ്, കാനന ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് അവിടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അത്രയും പ്രത്യേകത. അവിടെ വാവരയല്ല പൂജിക്കേണ്ടത്, അവിടെ അയ്യപ്പനെയാണ് പൂജിക്കേണ്ടത്. അയ്യപ്പന്റെ ഭൂതഗണമായ അല്ലെങ്കിൽ ശിവഭൂതമായ വാവൂരിനെയാണ് പൂജിക്കേണ്ടത്. അതാണ് അതിന്റെ സത്യം. അത് ശാന്താനന്ദ മഹർഷി തിരുവടികൾ ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ വാക്കുകളെ ഉദ്ധരിച്ചാണ് പറഞ്ഞത്, അല്ല അദ്ദേഹമായിട്ട് പറഞ്ഞ കാര്യമല്ല. അപ്പൊ ഈ ക്ഷേത്രം നിർമ്മിച്ചവരും ഈ ക്ഷേത്രത്തിന് അടിസ്ഥാനം ചെയ്തവരും ആ പാരമ്പര്യത്തെ മുഴുവൻ നിങ്ങൾ തള്ളിപ്പറയുകയാണ്. നിങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം അറിയുന്നവർ, നിങ്ങൾക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഐതിഹ്യങ്ങളും ചരിത്രവും അറിയുന്നവർ എന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണോ നിങ്ങൾ? ഈ അമ്പലം പണിതവരും ഈ അമ്പലത്തിൽ വാവർക്കൊരു ഇരിപ്പിടം കൊടുത്തവരും അങ്ങനെ ആ ഒരു ഐതിഹ്യത്തിന്റെ ഭാഗമായി വരുന്ന ചരിത്ര കഥകളൊക്കെ ഇല്ല എന്ന് പറയുകയാണോ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പറയുന്നതല്ലോ, ഇത് മഹർഷി വര്യന്മാരൂടെ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടുത്തെ ഹൈന്ദവ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാ ശബരിമലയിൽ നടന്ന ദേവപ്രശ്നം എന്ന് പറയുന്നത് ഭഗവാന്റെ ഹിതമറിയാൻ വേണ്ടിയാണ് ദേവപ്രശ്നം നടത്തുന്നത്. ആ ദേവപ്രശ്ന വിധി പ്രകാരം കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പത്മനാഭ ശർമ്മ അദ്ദേഹം ശബരിമലയിൽ വെച്ച ദേവപ്രശ്നത്തിലും അദ്ദേഹം പറഞ്ഞതാണ്, വാവരെ അവിടെ പൂജിക്കാൻ പാടില്ല, വാവരെ സ്ഥാനം മാറ്റണം, അവിടെ വാവൂരിനെയാണ് പൂജിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അപ്പൊ ദേവപ്രശ്നം എന്ന് പറയുന്നത് ശബരിമല ക്ഷേത്രത്തിന് രൂപം കൊടുത്ത മനുഷ്യരുടെ അല്ലെങ്കിൽ ഭക്തരുടെ ആ ഒരു സങ്കല്പത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ പറ്റുക വിജി തമ്പി? ഈ ക്ഷേത്രം നിർമ്മിച്ചവർ, ഈ ക്ഷേത്രത്തിന് രൂപം കൊടുത്തവർ, ഈ ശബരിമല ശാസ്താവിനെ അവിടെ കുടിയിരുത്തിയവർ, അവർ തന്നെയാണ് വാവർക്കും അവിടെ സ്ഥാനം നൽകിയത്, വാവറുടെ പള്ളി അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്?
പിന്നെ നിങ്ങളാണോ ഈ ക്ഷേത്രം നിർമ്മിച്ചത്? ശബരിമല ക്ഷേത്രം നിർമ്മിച്ച ശബരിമല ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികമായ അവകാശമാണ് ഉള്ളത് വിജി തമ്പി? ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് RSSനും സംഘപരിവാറിനും എന്ത് ബന്ധമാണുള്ളത്? ഈ നാട്ടിലെ മതേതര സമൂഹത്തിന്റെ ചിന്തയുടെയും പ്രതീകത്തിന്റെയും പ്രതിഫലനമാണ് ശബരിമല ക്ഷേത്രം. നിങ്ങൾ ആരാ പറഞ്ഞത്? അല്ലാതെ സംഘപരിവാർ എവിടുന്നോ കയറി വന്ന് നിന്ന് വർത്തമാനം പറയുമ്പോൾ പിന്നെ ഇല്ലാതാവുന്നതല്ല വാവരുടെ ചരിത്രം. വാവരും സംഭവമേ ഇല്ല അവിടെ. അത് നിങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ടാണല്ലോ അതാരും അംഗീകരിക്കാതെ ചോദ്യം ചെയ്യുന്നത്. എവിടുന്നോ കുറച്ച് കാവ്യവേഷമിട്ട് വന്ന് നിന്ന് വായിൽ തോന്നുന്നത് പറയുന്ന അല്ല ശബരിമലയുടെ ഐതിഹ്യം. ഈ നാട്ടിലെ കോടാനുകോടി മനുഷ്യർ എത്രയോ കാലമായി വന്ന് തൊഴുതു മടങ്ങുന്ന ഒരു സന്നിധാനമാണ്. അവിടെ എത്ര വിശിഷ്ടമായ സ്ഥാനമാണ് വാവർക്ക് കൊടുത്തിട്ടുള്ളത്. അവിടെ ഇരിക്കേണ്ടത് വാവരല്ലെന്ന് നിങ്ങൾ വർത്തമാനം പറഞ്ഞാൽ അത് ശരിയാവുന്നത് എങ്ങനെയാണ് വിജി തമ്പി? നിങ്ങൾ പറയൂ, ശബരിമല ക്ഷേത്രം നിർമ്മിച്ച ആരാണെന്ന് പറയൂ. ശബരിമല ക്ഷേത്രം എത്രയോ കാലമായി നിലനിൽക്കുന്ന എത്രയോ കാലമായി 1950 മുമ്പ് ശബരിമല ക്ഷേത്രത്തിൽ വാവർക്ക് സന്നിധി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുക? 1950 മുമ്പ് വാവരുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് അതിനെ സംബന്ധിച്ച്? നിങ്ങൾ തെളിയിക്കുണ്ടായിരുന്നു. അല്ല, ഞങ്ങൾക്ക് തെളിവാണല്ലോ അവിടെ ഇരിക്കുന്ന വാവരുടെ പള്ളി. അവിടെ ഇല്ലല്ലോ വാവര പള്ളി. എവിടെയുണ്ട്? ശബരിമലയിൽ വാവരുടെ പള്ളിയുമുണ്ട്. വാവരുടെ പിന്നെ പ്രതീകങ്ങളായിട്ടുള്ള മനുഷ്യർ നൽകുന്ന കുരുമുളകും വാങ്ങിയാണ് അവിടെ എത്തുന്ന ഓരോ ഭക്തനും പോകുന്നത്. അത് വാങ്ങിച്ച് അവിടുത്തെ ആൾക്കാർ പുട്ടടിക്കില്ല. അവര് അയ്യപ്പ വിശ്വാസികളാണ്. നിങ്ങൾ എന്ത് അസംബന്ധമാണ് വിജി തമ്പി പറയുന്നത്? നിങ്ങളെ പോലുള്ള ആൾക്കാർ വിളിച്ചുകൂട്ടിയ ആ ഒരു വർഗീയ വേദിയിൽ ഇത്തരത്തിലൊരു പരാമർശം വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ഈ രാജ്യത്തെ മതചിന്തകളെ മതവിശ്വാസങ്ങളെ ഒക്കെ മാറ്റിമറിക്കാം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ പിന്നെ ഹൈലൈറ്റ് ചെയ്യുന്നു. മറ്റുള്ളവരൊന്നും വിശ്വാസികളല്ല, മറ്റുള്ളവരെല്ലാം അവിശ്വാസികളാണ്. പിണറായി വിജയന് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. എവിടുന്നോ തമിഴ്നാട്ടിൽ നിന്ന് ഒരു അണ്ണാമലയെ വിളിച്ചുകൊണ്ട് വന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപം പറയിക്കലാണ് നിങ്ങളുടെ പണി. അതുപോലെ തന്നെയാണ് നിങ്ങൾ വാവരെ കുറിച്ചും ഈ രീതിയിലുള്ള ആക്ഷേപങ്ങൾ പറയുന്നത് വിജി തമ്പി. നിങ്ങളുടെ ഈ ന്യായങ്ങളൊന്നും ഈ സമൂഹം അംഗീകരിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ പോലീസ് കേസടക്കം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകും. പന്തളം കൊട്ടാരമടക്കം പരാതി നൽകിയിരിക്കുകയാണ് ഈ വിദ്വേഷ പരാമർശത്തിനെതിരെ. പന്തളം കൊട്ടാരമൊന്നും പരാതി നൽകത്തില്ല കേട്ടോ. രാജകുടുംബാംഗമായിട്ടുള്ള പ്രദീപ് വർമ്മയാണ് പരാതി നൽകിയത്. പരാതിയൊന്നും പന്തളം കൊട്ടാരത്തിന്റെ യാതൊരു ഔദ്യോഗികമായ പരാതിയും വരില്ല. പന്തളം കൊട്ടാരത്തിൽ ആരെങ്കിലും ഒരാൾ പരാതി കൊടുത്തു. പിന്നെ പന്തളം കൊട്ടാരത്തിന് പരാതി എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടുത്തെ ഒരു വ്യക്തിക്കല്ലേ പരാതി എഴുതി കൊടുക്കാൻ പറ്റൂ. പന്തളം കൊട്ടാരത്തിന് കമ്മിറ്റി ഉണ്ടല്ലോ. ആ കമ്മിറ്റിയിൽപ്പെട്ട ആളാണ് പരാതി നൽകിയത്. ആ കമ്മിറ്റിയിൽപ്പെട്ട കാരണം അവരുടെ പേരാണല്ലോ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിച്ചിഴിച്ചത്. കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ സംഗമമാക്കി അത് മാറ്റി. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. ആ ഒരു സ്ഥാപനത്തെയാണ് ആ ഒരു പ്രസ്ഥാനത്തെയാണ് ആ ഒരു വിശ്വാസത്തെയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അത് കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഇല്ലാതാക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളുടെ തുടക്കമാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. തുടക്കം തന്നെയാണ്. ഇവിടുത്തെ അവിശ്വാസികളായ ആൾക്കാരെ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റാനുള്ള ഒരു വലിയ പദ്ധതിയുടെ തുടക്കം തന്നെ. ഈ വിശ്വാസിയെയും അവിശ്വാസിയെയും ഡിവൈഡ് ചെയ്യാനുള്ള എന്ത് യന്ത്രമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? വിശ്വാസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശാഖയിൽ വരുന്നവർ മാത്രമാണോ വിശ്വാസികൾ? നിങ്ങളുടെ ശാഖയിൽ വരുന്നവർ മാത്രമാണോ ഈ നാട്ടിലെ അയ്യപ്പ വിശ്വാസികൾ? അതാണ്ട് ഇന്ന് NSS ജനറൽ സെക്രട്ടറി അടക്കം നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമോ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഒരു താല്പര്യവും ഉള്ളവരല്ല ഈ നാട്ടിലെ സംഘപരിവാറും RSSും എന്ന് G. സുകുമാരൻ നായർ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നു. നിങ്ങളെ എല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുന്നു. കാരണം നിങ്ങൾ എത്രമാത്രം ഈ സമൂഹത്തിന് അപകടകരമാണ് എന്നുള്ള തിരിച്ചറിവായിരുന്നു ഇന്നലത്തെ പന്തളത്തെ ആ ഒരു സംഗമം. ഇന്നലെ സംഗമത്തിന് വന്ന എല്ലാ സംഘപരിവാറിന്റെ ആൾക്കാർ മാത്രം. സംശയം എന്താ? അല്ലാത്ത ഒരാളുടെ പേര് താങ്കൾക്ക് പറയാൻ കഴിയുമോ? RV ബാബു ആരാണ്? ശശികല ആരാണ്? പിന്നെ രാമൻ നായർ ആരാണ്? അതുപോലെ അവിടെ വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ ആരാണ്? ഇതെല്ലാം നമുക്കറിയാം. RSS, BJP, സംഘപരിവാർ അല്ലാതെ ഒരു മനുഷ്യൻ പോലും ആ വഴിയിൽ കൂടെ പോയവർ പോലും അങ്ങോട്ട് കയറിയിട്ടില്ല. അതുകൊണ്ടാണ് കസേരകളടക്കം ഒഴിഞ്ഞു കിടന്നത്.
ഏത് കസേര ഒഴിഞ്ഞു കിടന്നത്? തനിക്ക് ദാണ്ട കാണിച്ചു ദൃശ്യങ്ങളിൽ കാണാം മിസ്റ്റർ കാണിച്ചു വിജി തരാം. തമ്പി. ചുമ്മാ വിജി ഉള്ള തമ്പി ദൃശ്യം നിങ്ങൾ ഏത് നോക്കൂ, ദൃശ്യം? ആ ദൃശ്യങ്ങൾ നോക്കൂ, അതിൽ കാണാം താങ്കൾക്ക്. നിങ്ങള് ഒരു ഇന്നലെ താങ്കൾക്ക് രാത്രി കാണാം ഹോസ്പിറ്റലിലോ എത്ര പേരുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളൊന്ന് കാണിക്കൂ. ആരുമില്ലാത്തൊരു സംഗമമാണ്. നിങ്ങൾക്ക് എത്ര അവിടെ എത്ര നോക്കണമായിരുന്നു. രാമൻ നായർ അവിടെ പ്രഖ്യാപനം വായിക്കുമ്പോൾ ആ കസേര മുഴുവൻ ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ മണ്ടത്തരം താങ്കൾക്ക് പറയരുത് ആ കേട്ടോ. സ്ക്രീനിൽ വിഡ്ഢിത്തം നോക്കിയാൽ പറയരുത്. കാണാൻ കഴിയും. വിഡ്ഢിത്തം അതുകൊണ്ട് പറയരുത്. അതുകൊണ്ട് വിഡ്ഢിത്തം ഇത്തരം വർഗീയ സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ മിനിമം ചരിത്രബോധമുള്ള ആൾക്കാരെയെങ്കിലും അതിൽ പങ്കെടുപ്പിക്കണം എന്ന് മാത്രമാണ് ഇനി ശ്രമിക്കാം കേട്ടോ. പറയാനുള്ളത്. ഇനി വളരെ ശ്രമിക്കാം. നന്ദി വിജി തമ്പി വളരെ നന്ദി. പ്രതികരിച്ചതിന്.